ശ്രുതി അങ്ങനെ അമ്മയും കൊണ്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ വിവരങ്ങളെല്ലാം പറഞ്ഞു. ഒരാഴ്ചത്തേക്ക് ഞാൻ തരുന്ന ഈ ഗുളിക കഴിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം. കൊച്ചുമോനെ നോക്കിക്കൊണ്ടിരുന്നാൽ പറ്റില്ല. കൊച്ചുമോനെ ശ്രുതിയുടെ കൂടെ, അതായത് കല്യാണിയുടെ കൂടെ പറഞ്ഞു വിടുന്നതായിരിക്കും നല്ലത്. അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മയുടെ ജോലിക്ക് പോവല്ലേ എന്ന് പറഞ്ഞ് അമ്മ കേൾക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് മോളെ, അതല്ല, എനിക്ക് വിഷമം വേറൊന്നുമല്ല, ആദ്യമോൻ്റെ കാര്യത്തിലാണ് എനിക്ക് വിഷമം. ഞാൻ പോയി കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് ആരാണ്, ആദ്യം നോക്കാൻ ആരുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്കൊന്ന് വിഷമമുള്ളത്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും അമ്മയും ആദ്യം കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വന്നിട്ട് അമ്മയ്ക്ക് ചായയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അമ്മ ഇനി ജോലിക്കൊന്നും പോകരുത്, അമ്മ റെസ്റ്റ് എടുക്കണം, ഞാൻ അമ്മയ്ക്ക് പൈസ അയച്ച് തരുന്നില്ലേ, അത് മതി, ഇനി കൂടുതൽ ജോലിക്ക് ഒന്നും ചെയ്യണ്ട, ഡോക്ടർ പറയുന്നത് പോലെ അനുസരിച്ച്. എനിക്ക് മോളെ അതല്ല വിഷമം, എനിക്ക് നിൻ്റെ കാര്യത്തിലാണ്. എൻ്റെ കാര്യത്തിൽ എന്തിനാണ് അമ്മ വിഷമിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് കഴിയുന്നില്ല, പിന്നെ എന്തിനാണ് അമ്മ ആ കാര്യത്തെക്കുറിച്ച് അത് മോളെ, നിൻ്റെ വിവരം ആ വീട്ടുകാർ അറിഞ്ഞാലുള്ള കാര്യത്തെക്കുറിച്ചുള്ള വിഷമമാണ് എൻ്റെ മനസ്സിലുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അങ്ങനെ അമ്മ വിഷമിക്കേണ്ട കാര്യമില്ല, അത് എൻ്റേതായ കാര്യമില്ല, അത് ഞാൻ എങ്ങനെയാണോ വേണ്ടതെന്ന് ചെയ്തോളാം, അമ്മ വിഷമിക്കണ്ട. അമ്മ ഡോക്ടർ തന്ന ഗുളികയും കഴിച്ച് റെസ്റ്റ് എടുത്ത് അപ്പോൾ ആദിയോട് പറയുന്നുണ്ട്, മോനെ നീ എന്നെ ആൻറ്റിയെന്നൊന്നും വിളിക്കരുത് ആരെങ്കിലും നിൽക്കുമ്പോഴേ, എങ്കിൽ ഞാൻ ഇനി വരുമ്പോൾ നിനക്ക് സ്വീറ്റ്സ് ഒന്നും വാങ്ങിക്കൊണ്ട് വരില്ല എന്ന് പറയുന്നുണ്ട്. ശരി ആൻറ്റി എന്ന് പറയുന്നുണ്ട് എന്ന് ആദിക്കുട്ടൻ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വർഷേനെയാണ് കാണിക്കുന്നത്. വർഷ അങ്ങനെ നടന്നു വരുന്ന സമയത്ത് ശ്രീകാന്തിനെ കാണുന്നു. ശ്രീകാന്തിനെ കാണുമ്പോൾ വർഷ കാണാത്തതുപോലെ പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് വിളിക്കുന്നുണ്ട്, വർഷയെന്ന്. അപ്പോൾ വർഷ ചോദിക്കുന്നു, എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല, നിങ്ങൾ ആരാണോ, ഹു ആർ യു എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ആരാണ്, എനിക്ക് മനസ്സിലായില്ല. അപ്പം പറയുന്നുണ്ട്, എനിക്ക് വേണ്ടത് എൻ്റെ മൊബൈൽ നീങ്ങി താന്ന് പറയുന്നുണ്ട്. മൊബൈലോ? അപ്പം നിൻ്റെ വിഷയം മൊബൈലാണല്ലേ? അപ്പോൾ ഇത്രയും ദിവസം നീ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അവിടെ പറഞ്ഞിട്ട് പോകുന്നു, സംസാരിക്കുന്നില്ല. ഞാൻ ഇതുവരെയും ഒരു ഫ്രണ്ടും എനിക്കില്ല, ആരോട് സംസാരിക്കാറില്ല, അഥവാ സംസാരിക്കാൻ തന്നെ വന്നാൽ ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ പോകാറില്ല. പക്ഷേ എനിക്ക് ശ്രീകാന്തിനെ എന്തെന്നറിയില്ല, ശ്രീകാന്തിനോട് സംസാരിക്കണം, ശ്രീകാന്ത് ഉണ്ടാക്കി തരുന്ന ഫുഡ് കഴിക്കണം, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശ്രീകാന്തിനെ എന്തോ എനിക്ക് മറക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുന്നു, അച്ഛന്മാർ തമ്മിലുള്ള പ്രശ്നമാണ്, അത് അവർക്ക് അങ്ങ് വിട്ടുതരാം, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അവരുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ, നമ്മൾ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ ഇന്നലെ ആഹാരം കഴിച്ചില്ല, അതെന്താ ആഹാരം കഴിക്കുന്നത്? അതെനിക്കറിയില്ല, ശ്രീകാന്തിനെ കാണാത്തതുകൊണ്ടാണോ, ശ്രീകാന്തിൻ്റെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണോ എനിക്ക് എന്താ പിന്നെ വന്നോ, നിനക്ക് ആഹാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് വർഷം കൊണ്ടുപോകുന്നു. അടുത്ത് നമ്മുടെ സച്ചി വീട്ടിൽ വരുന്നുണ്ട്. വീട്ടിൽ വരുന്ന സമയത്ത് അടുക്കളയിലൊക്കെ കയറി നോക്കുമ്പോൾ അടുക്കളയിലൊന്നും ആഹാരം ഒന്നും ഇരിപ്പില്ല, എല്ലാം കഴിച്ചതിന് ശേഷം കഴുകി കമത്തി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും അച്ഛനെ വിളിക്കുന്നുണ്ട്, അച്ഛൻ ഇവിടെ ആഹാരമൊന്നും കാണുന്നില്ല എന്ന് പറയും. അത് അമ്മ അവിടെ ഇല്ലേന്ന് ചോദിക്കും. അമ്മ നല്ല ഉറക്കമാണ്, എങ്കിൽ നീ പുറത്ത് കടയിൽ ചെന്ന് വാങ്ങി കഴിച്ചോ എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ സച്ചി രേവതിയെ വിളിക്കുന്നുണ്ട്. രേവതി, അവിടെ ആഹാരം വല്ലതും ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ചോറ് ഇരിപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറഞ്ഞു, എനിക്ക് വിശന്ന് വയ്യ, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നു. അങ്ങനെ വരട്ടെ എന്ന് ചോദിക്കുമ്പം വരണ്ടെന്ന് പറയാൻ ഏത് ഭാര്യയ്ക്കാണ് സാധിക്കുന്നത് എന്നാണ്. അപ്പം പറയുന്നുണ്ട്, വന്നോളൂ, ഞാൻ ആഹാരം ഉണ്ടാക്കിത്തരാം, പെട്ടെന്ന് വന്നോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് രേവതിയെ കാണാനുള്ള അങ്ങനെ നമ്മുടെ രേവതി എന്ത് ചെയ്യുന്നറിയാമോ, സച്ചി വിളിച്ചതും കേട്ടു, എന്നാൽ ഇപ്പോൾ വരുമല്ലോ എന്ന് പറഞ്ഞ് വിശന്നിരിക്കുകയല്ലേ എന്നും കേട്ടും കൊണ്ട് ഉടൻ തന്നെ ഒരു കിറ്റും എടുത്തും കൊണ്ട് പുറത്തേക്ക് ഓടുകയാണ്. അപ്പോഴത്തേക്ക് അമ്മ വരുന്നുണ്ട്. ഇവൾ എന്തിനാണ് പുറത്തേക്ക് ഓടുന്നത്? അപ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട്, മോളെ നീ ഇങ്ങോട്ടാന്ന് ചോദിക്കുന്നുണ്ട്. അതിനൊന്നും മറുപടി ഒന്നും പറയുന്നില്ല. സച്ചിക്ക് ഇഷ്ടപ്പെട്ട മീനും പച്ചക്കറി ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് രേവതി മാർക്കറ്റിലേക്ക് പോയി വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണോ വേണ്ടത് ആ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇനി അങ്ങോട്ട് ആഹാരം തയ്യാറാക്കാനുള്ള പണിയിലാണ്. അപ്പോഴത്തേക്കും ലക്ഷ്മി അമ്മയ്ക്ക് ഇഷ്ടമില്ല. ലക്ഷ്മിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം വേറൊന്നുമല്ല, സച്ചി ഇപ്പോൾ ആടി മാസമല്ലേ, സച്ചി ഇങ്ങോട്ട് വരാൻ പാടില്ല, ഇത് വരുന്ന കാര്യം ചന്ദ്രമതി അറിയുകയാണെങ്കിൽ വഴക്കുണ്ടാക്കും എന്നുള്ള ഇതിലാണ്. പക്ഷേ
രേവതിക്ക് വരണ്ടെന്ന് പറയാതിരിക്കാനും പറ്റാം. തൻ്റെ സ്വന്തം ഭർത്താവ് വിളിച്ച് ചോദിക്കുന്നു, അവിടെ ചോറുണ്ടോ, എനിക്ക് വിശന്ന് വയ്യ എന്ന് പറയുമ്പോൾ സങ്കടം സഹിക്കും. സ്നേഹിക്കുന്ന ഏതൊരു പുരുഷൻ്റെയും സ്ത്രീയുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അവർക്ക് ആ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക തന്നെ ചെയ്യും. അതാണ് അവിടുത്തെ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷ്മിക്ക് സച്ചി വരുന്നതോ പോകുന്നതോ ഒന്നും ഇഷ്ടമില്ലാത്ത ഒരു സാഹചര്യം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ രേവതി തരണം ചെയ്യുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് വരണ്ടെന്ന് പറയാൻ പറ്റില്ല, ആഹാരം കഴിച്ചിട്ടില്ല, ഭക്ഷണം അത് അവിടുത്തെ ഹോട്ടലിനായിട്ട് വാങ്ങി കഴിക്കാൻ പറഞ്ഞുകൂടായിരുന്നു, നീ എന്തിനാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് രേവതിക്ക് വിഷമം വരുന്നുണ്ട്.